PT അപ്ഡേറ്റഡ് സ്പീക്കിംഗ് ഫോർമാറ്റ് 2025. നമുക്കറിയാം ഓഗസ്റ്റ് 7 അപ്ഡേറ്റിന് ശേഷം PT സ്പീക്കിംഗ് ഫോർമാറ്റിലും ക്വസ്റ്റ്യൻ അറേഞ്ച്മെൻറ്റുകളിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പേടിക്കത്തക്കതായിട്ടുള്ള വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഓർഡർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. PT സ്പീക്കിംഗ് ആദ്യം തുടങ്ങുന്നത് ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. റീഡ് അലൗഡ്, അതിനുശേഷം റിപ്പീറ്റ് സെൻറ്റൻസ്, പിന്നെ ഡിസ്ക്രൈബ് ഇമേജ്, റീഡ് ലെക്ചർ, അതിനുശേഷം ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ. അതിനുശേഷമാണ് പുതിയതായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും റെസ്പോണ്ട് ടു എ സിറ്റുവേഷനും. ഈ ഒരു ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് PT സ്പീക്കിംഗ് മൊഡ്യൂളിനെ നേരിടേണ്ടി വരിക. എന്നാൽ പിയേഴ്സൺകാർ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റിയെന്നിരിക്കാം. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷന് ശേഷം ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കാം, അതിനുശേഷം റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ചോദിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനും റെസ്പോണ്ട് ടു എ സിറ്റുവേഷനും ശേഷം ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കാം. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നെന്നിരിക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ പാനിക്കൊന്നും ആവേണ്ട കാര്യമില്ല. അതൊന്നും വലിയ കാര്യമായ മാറ്റങ്ങളോ വ്യത്യാസങ്ങളോ അല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഓർഡർ, ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. താങ്ക് യു.